കുത്തുബുല്ലാലം സിയം വലിയുള്ളാഹി മഹാനവറുകള് മൂപ്പന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് തിരൂരുൾ വാണിയന്നൂര് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് സൈദലവി ഹാജി എന്ന വ്യക്തി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുവൈത്തിലേക്ക് പോകണം, ഒരു വിസയുണ്ട്. സിയമ പറഞ്ഞു, ആ വിസ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത സൈദലവി ഹാജി നേരെ കുവൈത്തിലേക്ക് ബോംബെ വഴി കപ്പൽ മാർഗം പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് വിസ ക്യാൻസൽ ആയിരിക്കുന്നു എന്ന വിവരം അവരും പറഞ്ഞത്. വിഷമിച്ചു പോയ സൈദലവി ഹാജി പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരു മാസം അവിടെ താമസിക്കുകയാണ്. അവിടുന്ന് നേരെ ഒരു മാസം കഴിഞ്ഞപ്പോ കയറ്റിവിട്ടു. നിരാശയോടെ നാട്ടിൽ വന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് കോഴികളെ വാങ്ങി തന്നെ വീട്ടിൽ വളർത്തുകയാണ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സിയം വലിയുള്ളാന്റെ അടുക്കലേക്ക് തന്നെ ചെല്ലുന്നു. അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ വിസ ക്യാൻസൽ ആയിരിക്കുന്നു എന്ന്, പിന്നെ എന്തിനേ നീ കുവൈത്തിൽ പോയി? പൊരുത്തപ്പെട്ട് മാപ്പ് ചെയ്തു തരണം എനിക്ക്. മാപ്പ് ചെയ്തിരിക്കുന്നു ഞാൻ. ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിന്റെ വീട്ടിൽ നീ കോഴികൾ ഒരു റൂമിലിട്ട് വളർത്തുന്നില്ലേ, ആ റൂമിൽ നിന്ന് കോഴികളെ ഒഴിവാക്കുക. പകരം അവിടെ ഒരു കട്ടില, വീട് വൃത്തിയാക്കിക്കൊണ്ട് ആ റൂം വൃത്തിയാക്കിക്കൊണ്ട് ഒരു കട്ടിലയിടുക, മേലാപ്പ് കെട്ടുക, ചുറ്റും പട്ടി വിരിക്കുക. ഇത് നിർദ്ദേശപ്രകാരം അദ്ദേഹം വീട്ടിൽ വന്ന് വാണിയന്നൂരില് തന്റെ വീട്ടിൽ നിന്ന് ആ കോഴികൾ ഒരു ഭാഗത്തിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് അവിടെ കട്ടിലയിട്ടു. പറഞ്ഞ പോലെ തന്നെ മേലാപ്പ് കെട്ടി തന്റെ വീട് വൃത്തിയാക്കുന്നു. കഴിഞ്ഞതിന് ശേഷം അതെ കുഞ്ഞി മൊയ്തീൻ മുസ്ലിയാർ വരികയാണ്. വലിയ മഹാനാണ്, പൂതിപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം വന്നുകൊണ്ട് സൈദലവി ഹാജിയോട് പറഞ്ഞു, നമുക്ക് കോഴിക്കോട് പോകാം. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് നേരത്തെ മൂപ്പന്റെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ട സിയം വലിയുള്ള പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള ആളെ നിങ്ങളുടെ കൂടെ താമസിപ്പിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞി മൊയ്തീൻ മുസ്ലിയാരെ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. പൂതിപ്പാപ്പ എന്ന് വിളിക്കുന്ന അദ്ദേഹം അവിടെ വീട്ടിൽ താമസിച്ചപ്പോൾ സൈദലവി ഹാജി ഓർക്കുകയാണ്, തന്റെ ചെറുപ്പത്തില് കുട്ടികളോടുകൂടെ കളിക്കുമ്പോൾ ഇദ്ദേഹത്തെ പൂതിപ്പാപ്പാനെ കുട്ടികളൊക്കെ ഉന്തിയിരുന്നു, തള്ളിയിരുന്നു. കുറച്ചു ദൂരത്തേക്ക് അങ്ങ് പോയ പൂതിപ്പാപ്പ തിരിഞ്ഞു നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ചെറിയ കുട്ടി സൈദലവി എന്ന കുട്ടിനെ കാണുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആളാണ്, ഇത് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് സൈദലവി ഹാജി പിന്നീട് പറയുകയാണ്. ചുരുക്കി പറഞ്ഞ പിന്നീടുള്ള കാലം പൂതിപ്പാപ്പ അവിടെ താമസിക്കുകയാണ്. സിയം വലിയുള്ളാന്റെ കൂടെ വയനാട് ചുരത്തിന്റെ ഗുഹയിൽ പോയി കുറെ കാലം താമസിച്ചു എന്ന് അനുഭവസ്ഥര് പറയുന്നു. അവിടെ പാറാവ് നിന്നവര് ഒരിക്കലും സിയം വലിയുള്ളാന്റെ നിർദ്ദേശപ്രകാരം പാറാവ് നിന്നവര് പൂതിപ്പാപ്പാനെ പെട്ടെന്ന് കാണുന്നില്ല. സിയമ്മിനോട് ചെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അദ്ദേഹം പാണക്കാട് പൂക്കോയ തങ്ങളുടെ അടുക്കലുണ്ട്. അവിടെ ചെന്നപ്പോ അവിടെ കാണുന്നു തലക്കം ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ മഹാനാണ് പൂതിപ്പാപ്പ. അദ്ദേഹത്തിന് പൂതിപ്പാപ്പ എന്ന് പേര് വരാനുള്ള കാരണം പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏത് സമയത്തും ഇങ്ങനെ നടക്കുക. ബഹുമാനപ്പെട്ടവർ ഏത് സമയത്തും ചൊല്ലുന്ന ദിക്റാണ് പെണ്ണ് കെട്ടാൻ പൂതി, കായില്ലാത്ത കേട്. പെണ്ണ് കെട്ടാൻ പൂതി, കായില്ലാത്ത കേട്. വാണിയന്നൂരിലുള്ള ചില ചെറുപ്പക്കാർ അദ്ദേഹത്തെ പെണ്ണ് കെട്ടിപ്പിക്കാൻ തീരുമാനിച്ചു. പുത്തനത്താണിയിൽ ഒരു വിധവയായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, എനിക്കൊരു ഭർത്താവിനെ കിട്ടിയാൽ ആ അദ്ദേഹവുമായി കൊണ്ട് എനിക്ക് മക്കത്ത് ഉംറക്ക് പോവാൻ അതിയായ താല്പര്യമുണ്ട്. അതുകൊണ്ട് പൂതിപ്പാപ്പാനെ വിവാഹം ചെയ്തു കൊടുക്കാൻ ചെറുപ്പക്കാര് തീരുമാനിച്ചു. പൂതിപ്പാപ്പൻ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് പെണ്ണ് കെട്ടാൻ പൂതി, കായില്ലാത്ത കേട് എന്ന്. എന്നാൽ ഒരുപാട് സമ്പത്തുള്ളൊരു പെണ്ണുണ്ട്, അവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. പൂതിപ്പാപ്പ ചിരിച്ചുകൊണ്ട് അവരെ കയ്യിങ്ങനെ കുടഞ്ഞിട്ട് പറഞ്ഞു, പെണ്ണ് കെട്ടാൽ പൂതി, കായില്ലാത്ത കേട് എന്നും പറഞ്ഞുകൊണ്ട് നടന്നങ്ങ് പോയി.
ഒരിക്കൽ സിയം വലിയുള്ളാനോട് ചെന്ന് പറഞ്ഞു, അദ്ദേഹം ഏത് സമയത്തും പെണ്ണ് കെട്ടാൻ പൂതിക്കായില്ലാത്ത കേട് എന്ന് പറയും, പെണ്ണ് കെട്ടിക്കാൻ നോക്കുമ്പോ ഒന്നും തരൂല. അപ്പൊ സിയം വലിയുള്ള പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ച പെണ്ണല്ല, അത് സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളോടുകൂടെ സ്വർഗത്തിൽ താമസിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇബാദത്താകുന്ന കായ് കയ്യിലില്ലല്ലോ എന്നും വിളിച്ചുകൊണ്ട് പറഞ്ഞാണ് അദ്ദേഹം നടക്കുന്നത് എന്ന് സിയം വലിയുള്ളാഹി മഹാനവറുകൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട പൂതിപ്പാപ്പാടെ കറാമത്ത് പറയുമ്പോൾ മുൻ MLA ആയിരുന്ന കുഞ്ഞുട്ടി ഹാജി അദ്ദേഹം പറയാണ്, ഒരിക്കലും ഞാൻ മക്കയിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിയ്യാൻ പോയി. പെട്ടെന്ന് തന്നെ പൂതിപ്പാപ്പ വന്നുകൊണ്ട് പിടിക്കുകയാണ്. പൂതിപ്പാപ്പ എന്നെ താങ്ങി പിടിച്ചല്ലോ, വിയ്യല്ലേ എന്ന് പറഞ്ഞ് താങ്ങി. ആ സമയത്ത് പൂതിപ്പാപ്പാനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കാണുന്നില്ല. ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു തിരൂരിലേക്ക്, വാണിയന്നൂരിലേക്ക്. എന്നിട്ട് ചോദിച്ചു, എവിടെ പൂതിപ്പാപ്പ നാട്ടിലുണ്ടോ? അവര് പറഞ്ഞു, അതെ പൂതിപ്പാപ്പ ഇതിലൂടെ ഇപ്പൊ നടന്നു പോയിട്ടുള്ളു, പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്നും പറഞ്ഞുകൊണ്ട് നടന്നങ്ങ് പോകുന്നുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഒരു പെണ്ണ് വന്നുകൊണ്ട് പൂതിപ്പാപ്പാനോട് പറഞ്ഞു, വെല്ലൂരിൽ നിന്ന് ഒഴിവാക്കിയ കേസാണ്, ക്യാൻസറാണ്. പൂതിപ്പാപ്പ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ വന്ന് മന്ത്രിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിച്ചാളാ. അതങ്ങ് കുടിച്ചു തീർന്നതും രോഗം മാറി. അങ്ങനെ ഒട്ടനവധി കറാമത്തുകളുള്ള വലിയൊരു മഹാനുണ്ട്. തിരൂര് വാണിയന്നൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. അതുപോലെ തന്നെ മക്കയിൽ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ബഹുമാനപ്പെട്ട പൂതിപ്പാപ്പ തലക്കടുത്തൂര് വെച്ചുകൊണ്ട് പറഞ്ഞു, ബാഫഖി തങ്ങളുടെ റൂഹദാ പോകുന്നു. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് അനുഭവസ്ഥര് പറഞ്ഞില്ലേ, ഔലിയാക്കളെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മഅരിഫത്തുൽ വലിയ അസ്അബും മിൻ മഅരിഫത്തില്ലാഹ്. അള്ളാഹുവിനെ അറിയുന്നതിനേക്കാൾ വലിയ പ്രയാസം അള്ളാഹുവിന്റെ ഒരു വലിയനെ മനസ്സിലാക്കുന്നതാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചില്ലേ. അള്ളാഹു അവരൊക്കെ ബറക്കത്ത് നമ്മുടെ സദസ്സിലും മജ്ലിസിലും ദായിമാക്കട്ടെ. പൂതിപ്പാപ്പ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടൊരു മുജാഹിദായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാള് പറഞ്ഞു, ഇയാളിപ്പോ സുന്നികളുടെ വലിയല്ലേ, ഔലിയല്ലേ, ഇയാള് മരിച്ചാൽ ഇവിടെ ഈ നാട്ടിൽ ഈ ഭാഗത്തൊന്നും മറവ് ചെയ്യരുത്, മണത്തിട്ട് ചീഞ്ഞു നാറിച്ച് നടക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ ഒരു മുജാഹിദുകാരൻ അദ്ദേഹം ദിവസങ്ങൾക്കുള്ളിൽ രോഗിയായി മാറി. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ചീഞ്ഞളിഞ്ഞു പോയി. ദുർഗന്ധം സഹിക്കവയ്യാതെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ആ നാട് വിട്ടു പോയപ്പോ ചീഞ്ഞളിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിച്ചുപോയി. അത് പൂതിപ്പാപ്പ സംഭവം പറഞ്ഞിട്ടൊന്നുമല്ല. മഹാനായ പൂതിപ്പാപ്പയെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞപ്പോൾ കിട്ടിയ കുരുത്തക്കേടാണ്. ഔലിയാക്കളുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.